മഞ്ചേരിയിലെ ഗതാഗത കുരുക്കിന് ഇപ്പോഴും ഒരു പരിഹാരമായില്ല. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് മഞ്ചേരിയിൽ ഗതാഗത കുരുക്കുണ്ട്. കാരണം ഒരു കൊട്ടപ്പാലം ചുറ്റി വരുന്ന ഒരവസ്ഥ. കാരണം ഇന്ന് ഒരു നിയമമാണെങ്കിൽ നാളെ മറ്റൊരു നിയമമാണ്. അത് മാത്രമല്ല, ഇത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരാൾ മറ്റു ദൂര സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി ആകുമ്പോഴേക്ക് എവിടെ ഇറങ്ങണം, എന്താണ് ഇറങ്ങണം ഒന്നൊരു പിടുത്തമില്ല. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഒരു വണ്ടി നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിലേക്ക് നമ്മൾ വരുമ്പോൾ, അയ്യോ ഇതിലെ പോകണ്ട, നിങ്ങൾ മറ്റേപ്പുറത്ത് കൂടി പോയിക്കോളൂ എന്നൊരു പോലീസ് യജമാനൻ നമ്മളോട് പറയുമ്പോൾ, മെഡിക്കൽ കോളേജിലേക്ക് അർജൻറ്റായിട്ട് പോകുന്ന ഒരു രോഗിക്ക് എങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇതിനൊക്കെ പിന്നെ വാണിജ്യ രംഗത്തുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ്. അത് മാത്രമല്ല, ഈ കൊട്ടപ്പാലം ചുറ്റിക്കുന്ന ഈ ഒരു പരിപാടി നമുക്ക് തുടരുന്നു. നമ്മളെ പേരെന്താ? ഇർഷാദ്. ഇപ്പൊ ഈ കോഴിക്കോട് കരുവാരക്കുണ്ട് മഞ്ചേരി കോഴിക്കോട്. അല്ല, ഈ വണ്ടിക്ക് ട്രാഫിക് പരിഷ്കാരം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ വണ്ടിക്ക് എല്ലാ ബസ്സുകൾക്കും ഇതുകൊണ്ട് നല്ല ദീർഘദൂര വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പൊ 2 ദിവസം ട്രെയിൽ അടിച്ചത്. ഈ 2 ദിവസം നമുക്ക് ഒരു സ്റ്റാൻഡും കിട്ടിയിട്ടില്ല. അപ്പൊ പാണ്ടിക്കാട് സ്റ്റാൻഡ് നമുക്ക് ആളെ കാട്ടാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് നമ്മുടെ മുന്നിൽ ബസ് പോവാണ്ട് നമ്മളവിടെ എത്തുമ്പോഴത്തേന് ഇതിന്റെ മുന്നത്തെ ബസ് ആണ് പോകും. മുന്നത്തെ ബസ് പോകും. ഇത് കുറെ കറങ്ങി തിരിഞ്ഞ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴത്തേന് സ്റ്റാൻഡ് കിട്ടണില്ല. അല്ല, കോഴിക്കോട് നിന്ന് വരുമ്പോൾ പാസിംഗ് ആണ് ഇവിടെ വരിക. അപ്പൊ പാസിംഗ് ആകുമ്പോൾ സ്റ്റാൻഡിലേക്ക് എത്തുന്നില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ട് നല്ലോണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക്. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ഏത് സംവിധാനം വേണ്ടത്? പഴയ പോലെ ആകണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും. അല്ല, അപ്പൊ ടൗണില് തിരക്ക് കൂടുവോ? ഇല്ല, അങ്ങനെ വലിയ വിഷയമല്ല. അതിന്റെ മുന്നത്തെ പോലെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ പുതിയ പരിഷ്കരണമാണ് പിന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ സ്പീഡ് കൂടും, വണ്ടിക്ക് പല അപകടങ്ങൾ കൂടും, ഒക്കെ ബുദ്ധിമുട്ടാണ് ദീർഘദൂര വണ്ടികൾക്കും മറ്റതൊക്കെ. കാരണം ഇതിന്റെ പിന്നാലെ ബസ് വേറുണ്ട്, കൃത്യസമയം കണക്കാക്കിയിട്ട് അടിപിടി കച്ചറകൾ ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നാലെ വേറെ വരാണ്ട്. അപ്പൊ ഇത് എടുത്ത് ഒഴിവാക്കുക. ഈ ട്രയൽ ഒന്നും വേണ്ട, നമുക്ക് സാധാ മതി. ഈ 2 ദിവസം കൂടെ ഞങ്ങൾ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ബസ്സാരാണെങ്കിലും യാത്രക്കാരാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു ട്രെയിനിന്റെ പേരിൽ 2 ദിവസമായിട്ട്. ട്രിപ്പ് ഏകദേശം മുടങ്ങിയിട്ടുണ്ടോ? 2 ദിവസം നമുക്ക് 2 ട്രിപ്പ് കിട്ടിയിട്ടില്ല. കോഴിക്കോട് നിന്ന് കരുവാരേക്ക് പോകേണ്ടത് പിന്നെ 2 ദിവസം നമുക്ക് കിട്ടിയിട്ടില്ല. മഞ്ചേരി പാണിക്കടന്ന് നമുക്ക് സ്റ്റാൻഡ് കിട്ടിയിട്ടില്ല. ഇത് കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡ്. ചേച്ചി കുറേ നേരമായോ? ഞാൻ കുറേ അധികം സമയമായി വന്നിട്ട്. ഇന്നലെ ഒക്കെ വലിയൊരു കുഴപ്പമില്ലായിരുന്നു. 2 ദിവസം മുന്നേ വണ്ടിയുടെ റൂട്ട് മാറ്റിയുള്ള പരിപാടി ജനങ്ങളെ കണ്ടമാനം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് പോകാനായിട്ട് ഇവിടെ വന്ന് നിന്ന് വലഞ്ഞു. കാരണം സമയത്തിന് വണ്ടിയില്ല. എതിലെയാണ് വണ്ടി വരുന്നതെന്ന് തന്നെ ഈ ബസ് ഓടിക്കുന്നവർക്കും അതിനെ നിയന്ത്രിക്കുന്നവർക്കും ഒരു ധാരണയില്ലാത്തൊരു പരിപാടിയായിപ്പോയി. മനുഷ്യനെ വലയ്ക്കുന്ന ഈ പരിപാടി നിർത്തിയിട്ട് ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ച് നല്ല ജനദ്രോഹം അല്ലാത്ത ഒരു പരിപാടി കൊണ്ടുവരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞാനിതാ കുടുംബമായിട്ട് 1:50-55 ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. എങ്ങോട്ട് പോകാനാ? കോഴിക്കോട് പോകാൻ. പ്രൈവറ്റ് ബസ് കുറേ എണ്ണം പോയി. സർട്ടിഫിക്കറ്റ് പോകാനുള്ള ഉദ്ദേശത്തിൽ ഇവിടെ നിൽക്കും. ഇപ്പോൾ 2:30 സമയം ഇതുവരെ ഒന്നുമില്ല. അവിടെ ചോദിച്ചപ്പോൾ 2:10 ഇതുവരെ ബസ് വന്നിട്ട് ഇതുവരെ വന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതുവരെ ബസ്സൊന്നുമില്ല. അത് ഞാൻ പ്രൈവറ്റ് ബസ്സുകളില്ല, 3ാമത്തെ പ്രൈവറ്റ് ബസ്സാണ് പോകുന്നത്. ഇതുവരെ ഒന്നും വരുന്നില്ല. ഇതാണ് ഭയങ്കര ദ്രോഹം എന്ന് വെച്ചാൽ പോരുവാണ്. ആ സമയത്താണ് നമുക്ക് ഇത്രയും സമയം വൈകി. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കത്തുമില്ല, എത്തേണ്ട സമയത്ത് എത്തത്തുമില്ല. മക്കള് കോഴിക്കോട് കാത്തു നിൽക്കുകയാണ്. മക്കളോട് കാത്തു ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വിളിച്ചു. ഇതാ ഞാൻ ഉടനെ എത്തും, ഒരു 1.25 മണിക്കൂർ, 1.25 മണിക്കൂർ 3 മണിക്കൂർ എന്നാണ്ടാ ഈ വിളിച്ചു. ഇത് മഞ്ചേരി പഴയ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാരാണ് കേട്ടോ. എന്താണ് നമ്മളെ ട്രാഫിക് പരിഷ്കാരത്തിന്റെ സ്ഥിതി? ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ചെയ്ത പോലെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. അത് ഇപ്പൊ ഇന്നത്തെ കണ്ടീഷനിലാണെങ്കിൽ കുഴപ്പമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. മിഞ്ഞാന്നൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ ഒരു ട്രിപ്പ് കിട്ടുക, അങ്ങനെ ചുറ്റി വളഞ്ഞ് കോഴിക്കോട് റോട്ടുമ്പോൾ കൂടെ പോകണം. കോഴിക്കോട് റോട്ടുമ്പോൾ അങ്ങോട്ട് പ്രവേശനമല്ല, പാണ്ടിക്കാട് റോട്ടുമ്പോൾ ഇങ്ങനെ പ്രവേശനമല്ല, ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു നമുക്ക്. ആയിരുന്നു. പിന്നെ അപ്പോൾ ഓട്ടോ എങ്ങനെ? ഓട്ടോ ഇല്ല.
ആൾക്കാർ വന്നെങ്കിലല്ലേ ഓട്ടം ഉണ്ടാവുള്ളൂ. അതെ അതെ ടൗണിലേക്കൊന്നും ആരും വരുന്നില്ല, ഓട്ടമില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അതല്ല എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ടൗണിലേക്ക് വലിയ ബസ് വണ്ടികൾ കൂടെ അങ്ങനെ പാടില്ല. അവിടുന്ന് വരുന്ന ബസ് കച്ചിരിപ്പടി സ്റ്റാൻഡിലും ഈ ഭാഗത്തുനിന്ന് വരുന്ന ബസ് പുതിയ സ്റ്റാൻഡിലും ആക്കണം. അപ്പോഴാണ് ടൗണ് കാലിയാവുള്ളൂ. മറ്റേ വൺ വേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗതികേടാണ്. വണ്ടി പോകാനും യാത്രക്കാർക്കും നമുക്കൊക്കെ ഗതികേടാണ്. നമുക്ക് പഴയ മാതിരി മതി. അതല്ല, ബസ് മലപ്പുറം പെരിന്തൽമണ്ണ ബസ് കച്ചിരിപ്പടി സ്റ്റാൻഡിലും മറ്റേ ബസ് ഇങ്ങോട്ട് നോക്കി അങ്ങനെ വരണം. അതായത് വൺ വേ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ? ആ ഭാഗത്ത് വരുന്ന വണ്ടികളൊക്കെ ആ ഭാഗത്ത് വരുന്ന വണ്ടികൾ എല്ലാവർക്കും എല്ലാ കാര്യത്തിനും. അല്ല അപ്പൊ ഈ കോഴിക്കോട് വണ്ടികളൊക്കെ ചിലപ്പോൾ അവിടെ പോകേണ്ടി വരില്ലേ? കോഴിക്കോട് അങ്ങോട്ടേക്കാ കോഴിക്കോടൊക്കെ പക്കോടമായിക്കട്ടെ, കോഴിക്കോടൊക്കെ അടുത്തുനിന്ന് ആയിക്കോട്ടെ, മലപ്പുറം പെരിന്തൽമണ്ണ കോട്ടക്കൽ കോഴിക്കോടൊക്കെ ആ ഭാഗത്തേക്ക് അങ്ങോട്ടാക്കിയാൽ മതി. അങ്ങനെ ചെയ്താൽ മതി, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. മഞ്ചേരിയുടെ കുതിപ്പും കിതപ്പും കണ്ട ഒരു കട, അതായത് മഞ്ചേരി സെൻട്രൽ സ്റ്റാൻഡിലെ സൈഡിലുള്ള, അതായത് കൊരമ്പയിലെ ടെക്സ്റ്റൈൽസിന് നേരെ മുമ്പിലുള്ള കട. ഇവിടെ നിന്ന് ഒരു തോർത്ത് പോലും വാങ്ങാത്ത ഒരു മഞ്ചേരിക്കാരുണ്ടാവില്ല. ഇത് മൊയ്തിയാക്കാൻ്റെ മകനുണ്ട് ഇപ്പോൾ ഇവിടെ. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് കാണാൻ പറ്റില്ല. ഹംസാക്കുണ്ട് ഇവിടെ. പിന്നെ ഈ നിരപ്പലകകൾ അവസാനമായി ഇളക്കി വരുന്നത് ഈ കടയാണ്. അത്രയ്ക്കും പഴക്കമുള്ള ഈ കട മഞ്ചേരിയുടെ വികസനവും കുതിപ്പും കണ്ടതാണ്. ഹംസാക്കയ്ക്ക് ഒരുപാട് പറയാനുണ്ട്. നിലവിലുള്ള അവസ്ഥയിൽ പഴയ ഈ സ്റ്റാൻഡ് ഒരുപാട് ആൾക്കാർ ഞങ്ങളായിട്ട് ഒരുപാട് സഹകരണം ചെയ്ത് ഒരുപാട് നന്ദി പറഞ്ഞ് ഞങ്ങൾ ജീവിക്കുകയാണ് അവരുടേതായാലും. ഈ മഞ്ചേരിക്കാരുടെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഒരുപാട് കാലം കഴിഞ്ഞാൽ ഈ കാലത്തിൽ ഓരോ കൊല്ലം ചെല്ലുന്നതോളം മഞ്ചേരി പിന്നിലേക്ക് വരികയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ കട പൊളിച്ചു പോവുകയാണ്. ഈ കട പൊളിച്ചു പോയി ബാക്കിൽ ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇത് സംഗതി മുന്നോട്ട് കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകും എന്നതിനെ പറ്റുന്നത് ഒരു വിജയപ്രതീക്ഷ കാണുന്നില്ല. പിന്നെ ജീവിതത്തിന് ഇറങ്ങാറില്ല അങ്ങനെ പോയിട്ടാലും സന്തോഷം ഞങ്ങൾക്ക്. അതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ അവസ്ഥ എന്താ, ഈ നിലവിലുള്ള അവസ്ഥ ഏറ്റവും തുറന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേ ഈ ട്രാഫിക് പുതിയ പരിഷ്കാരം വരുന്നത്, അതായത് ഇന്നലെ വരെയുള്ളത് തുടരുക. അതെ അതെ, അതായത് മാറ്റിയ പരിഷ്കാരമല്ല ഉണ്ട്, പഴയ പരിഷ്കാരമുണ്ട്. പുതിയ പരിഷ്കാരം വരുന്നതോടുകൂടി അങ്ങാടിയിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരെയും ജനങ്ങൾ തടയുകയാണ്. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വരരുത് എന്ന നിലക്കുള്ളൊരു അഭിപ്രായമാണ് എല്ലാ ജനങ്ങളും പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് സുഗമമായി വന്നുങ്ങാണ്ട് ഇവിടെ നിലനിർത്തിക്കാണ്ട് ഇത് പുരോഗതിയിൽ വരുന്ന ഞങ്ങൾ മാനസികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ നിലവിലുള്ള അവസ്ഥ തുടർന്നുങ്ങാണ്ട് പിന്നെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ അങ്ങനെ മുനിസിപ്പാലിറ്റി അവർക്കും കാണുന്ന ഒരു ഉയർച്ച അല്ല അനുസരിച്ച് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ നിലവിലുള്ള ഈ അവസ്ഥ എന്തായാലും തുടരണം. ഇത് പോലീസ് ഇന്നത്തെ പേപ്പറിൽ കണ്ടു, അവർ കുറച്ചുകൂടെ ചില മാറ്റങ്ങളെല്ലാം നടത്തി കഴിഞ്ഞ ശേഷം എന്നാൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും ജനങ്ങൾക്ക് സഹകരിക്കില്ലെന്ന് നമുക്ക് എല്ലാം ഉറപ്പാണ്. കാരണം ഇത് മുന്നേ 4-5 പ്രാവശ്യം മാറ്റിയിരുന്നു. എല്ലാം മഞ്ചേരിക്കാർക്ക് എതിരാണ്. ഇവിടെയുള്ള എല്ലാ സാമ്പത്തിക ഉന്നതിക്ക് വരുന്ന എല്ലാത്തിനും തടസ്സം മാത്രമേ വരുന്നുള്ളൂ. എന്തെങ്കിലും ഒരു ഉന്നതി വരുന്ന എനിക്ക് തോന്നുന്നില്ല. നിലവിലുള്ള ഈ അവസ്ഥ തുടർന്നുകൊണ്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പുരോഗതി ചെയ്തുകൊണ്ടാക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ ഒരു അഭിപ്രായം പറയാനുള്ളത്. ആവശ്യമില്ലാത്ത ഒരു തലതിരിഞ്ഞ പരിഷ്കാരമാണ് ഇപ്പോൾ ഈ ട്രയൽ 2 ദിവസം നടത്തിയത്. ഇതിന് നമുക്ക് ചെറിയൊരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ലോകത്ത് എവിടെയെങ്കിലും ബൈപ്പാസിൽ വൺ വേ ആക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്തിനാ? ബൈപ്പാസ് പറഞ്ഞാൽ ടൗണിൽ വരുന്ന വാഹനങ്ങൾ ഒഴിച്ച് ടൗണിൽ നിന്ന് ഒഴിവാക്കി വിടാനുള്ള അധികം കാരണം ടൗണുമായിട്ട് ബന്ധപ്പെടാതെ പോകുന്ന വാഹനങ്ങളെ ഒഴിച്ച് ഇത് ബസ്സുകളെ മുഴുവൻ ഈ CJG ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നിലമ്പൂർ, അരീക്കോട്, പാണ്ടിക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്, പാണ്ടിക്കാടുക്ക് പോകുന്ന ബസ് CJG ബസ് സ്റ്റാൻഡിൽ നിന്ന് എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ ആലോചിച്ചു. ടൗണിൽ പോയി നിലമ്പൂർ റോഡ് ചുറ്റി സീല ജംഗ്ഷനിൽ വീണ്ടും ഈ ബൈപ്പാസ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ തിരിച്ചു പോകണം. ആകെ 100 മീറ്റർ ദൂരം പോകേണ്ട ദൂരത്തേക്ക് ഈ ബസ്സുകൾക്കും കാറുകൾക്കും എല്ലാത്തിനും വാഹനങ്ങൾക്കും കറങ്ങേണ്ടത് 5 കിലോമീറ്ററോളാണ്. 5 കിലോമീറ്റർ കറങ്ങണം. അത് ശരിക്കൊരു എന്താ പറയുന്നത്, ഒരു തലയിൽ ഒന്നുമില്ലാത്തൊരു നിയമമല്ലേ. അതുപോലെ തന്നെ ടൗണുകളിൽ വണ്ടികളൊക്കെ ഇത്രയും ട്രിപ്പ് മുടക്കിയിട്ടെന്ന് അന്ന്. കാരണം പിന്നെ ഈ ഒഴിവ് ദിവസങ്ങളിലായതുകൊണ്ട് അത് നമുക്ക് ശരിക്കും അതിന്റെ എഫക്റ്റ് ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഒരു വിഷമമായിട്ടുണ്ട്. പിന്നെ ഈ ടൗണുകളിലൊക്കെ ശരിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബസ്സുകളെ ടൗണുകളിൽ നിന്ന് കുറച്ച് അത്യാവശ്യമുള്ള ബസ്സുകൾ മാത്രം കയറ്റി വിട്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട്
ഇതിൽ അതാ എന്തായാലും കോഴിക്കോട് ബസ്സിന് 3 ഇപ്പം നിൽക്കുന്ന ബസ് സ്റ്റാൻഡുകൾ ഇപ്പോൾ കോഴിക്കോട് ബസ് അവിടുന്ന് പുറപ്പെടുന്നുണ്ട്. നിലമ്പൂർ ഇവിടുന്ന് ടൗണിൽ നിന്ന് പുറപ്പെടുന്ന നിലമ്പൂർ അരീക്കോട് ഭാഗത്തുള്ള ബസ് ഇവിടുന്ന് പുറപ്പെടും. അത് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ചെറു വാഹനങ്ങൾ ടൗണിൽ കൂടെ കടന്നു വിട്ടിട്ട് ബാക്കിയുള്ള വാഹനങ്ങൾ കഴിയുന്നത്ര ബൈപ്പാസുകൾ തിരിച്ചുവിടില്ല വേണ്ടത്. അതിന് പകരം ഇതൊക്കെ എല്ലാ ബസ്സുകളും ടൗണിൽ കൂടെ പോകുകയല്ലോ. ഇതൊരു ശരിക്കും ഒരു തലതിരിഞ്ഞതാണ്. ഇതൊന്നും കൂടി പഠിച്ചിട്ട് ശരിക്കും വേണ്ട വിധം മാറ്റം അതിൽ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പഴയ തന്നെ മതി. പഴയ സിസ്റ്റത്തിൽ എന്താ കുഴപ്പമുണ്ടായിരുന്നത്? ഇപ്പോൾ ടൗണിൽ ഒരു വേണ്ടത്ര കാര്യമായിട്ട് വേണ്ടായിരുന്നത് പാർക്കിംഗ് സംവിധാനം ടൗണിൽ ഒരു ഭാഗത്തുമില്ല. പാർക്കിംഗ് സംവിധാനത്തിന് വേണ്ടിയിട്ട് സൈഡുകളിൽ ഓട്ടോറിക്ഷകൾ എവിടെയും ഇല്ലാതെ, പിന്നെ എല്ലാ റോഡുകളും ഈ വഴിയോര കച്ചവടങ്ങൾ അതൊക്കെ ഒഴിവാക്കിക്കോട്ടെ. അതൊക്കെ ഒഴിവാക്കിച്ചിട്ട് ശരിക്ക് ഫുട്പാത്തുകളിലുള്ള വഴിയോര കച്ചവടങ്ങളെല്ലാം ഒഴിവാക്കിച്ചോട്ടെ. എന്നിട്ട് അവിടെയൊക്കെ ശരിക്കും വൃത്തിയാക്കിയിട്ട് ആൾക്കാർക്ക് നടക്കാനും, അതുപോലെ തന്നെ ഈ സൈഡുകളിലുള്ള വഴിയോര കച്ചവടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പാർക്കിങ്ങിനും എല്ലാ സൗകര്യങ്ങളും. ഇപ്പോൾ ഈ പാണ്ടിക്കാരോടൊക്കെ എത്ര വീതിയിലുള്ള റോഡുകളാണ്? 2 ലൈൻ ഓട്ടോ പാർക്കിംഗാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയെങ്കിൽ 2 ലൈൻ ഓട്ടോ പാർക്കിംഗ് ഏതെങ്കിലും സിറ്റിയിൽ കണ്ടിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഇത് ദുര്യോഗം പേരുന്നത് മഞ്ചേരിക്കാരാണ്. അത് എന്തായാലും അത് മാറ്റം വരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ട്രാഫിക് തുടർന്ന് പോവുക. അതിൽ വേണ്ട ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യും. വ്യാപാരി വ്യവസായിയുടെ ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഞാൻ പറയുന്നത് അതിൽ ശരിക്കും നമുക്ക് എന്ത് ഒരു അഭിനന്ദിക്കാൻ പറ്റുന്നത് ഞങ്ങൾ അഭിനന്ദിച്ചതുകൊണ്ടും എതിർക്കേണ്ടത് എതിർത്തുകൊണ്ടും തന്നെ പോകും. പിന്നെ മാത്രമല്ല ഈ വ്യാപാര രംഗത്തിന് ഒരു ക്ഷീണം, വളരെ ക്ഷീണം പറ്റിയിട്ടുണ്ട്. കാരണം ഇതിലെന്താ വെച്ചാൽ ശരിക്കും ഇതൊന്നും കൂടി വളരെ കറക്റ്റ് ആക്കുകയാണെങ്കിൽ ടൗണിൽ ബിസിനസ് കൂടുന്ന അവസ്ഥയുണ്ട്. കാരണം ചെറിയ വാഹനങ്ങൾ ടൗണിൽ കൂടെ കടത്തി വിട്ടുകൊണ്ട് ചെയ്താൽ വാഹനങ്ങൾക്കൊക്കെ സൈഡിൽ ശരിക്കും നന്നായിട്ട് പാർക്ക് ചെയ്യാൻ മറ്റൊക്കെ ചെയ്താൽ കച്ചവടം ടൗണിലേക്ക് വരും. അതിലേക്ക് കൊണ്ടുവരാണ് വേണ്ടത്. കാരണം ടൗണിൽ നശിപ്പിച്ചിട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ ശരിക്കും എന്താ വെച്ചാൽ ഞങ്ങൾ അന്ന് വ്യാപാരി വ്യവസായൻ്റെ അന്ന് പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു എന്താ പറയുക ഭൂമാഫിയനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിഷ്കാരമാണ്. എല്ലാ ബസ് സ്റ്റാൻഡും ഇപ്പോൾ കോഴിക്കോട്, തൃശ്ശൂർ എല്ലാ ബസ് സ്റ്റാൻഡുകളും ടൗണിൽ നിന്ന് മാറിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി. ആ ബസ് സ്റ്റാൻഡുകളൊക്കെ എങ്ങനെയാണ് കുറേ ഒരു 5-8 വർഷം കൊണ്ട് പച്ച പിടിക്കുള്ളൂ. അതങ്ങനെ തന്നെയുള്ള വരുള്ളൂ. ഇപ്പം ഈ സീതിയാജി ബസ് സ്റ്റാൻഡ് വരുന്ന സമയത്ത് തന്നെ എങ്ങനെയായിരുന്നു അതൊരു സമയത്ത് കാലിയായി കിടക്കുകയായിരുന്നു. നിങ്ങളൊക്കെ അറിയാം, ശരിക്ക് ഒരു 5-8 കൊല്ലം ഈ സീതിയാജി ബസ് സ്റ്റാൻഡ് കാലിയായി കിടക്കുകയായിരുന്നു. എന്നിട്ടാണ് പിന്നെ അത് അതോടുകൂടി പാണ്ടിക്കാർ റോഡ് നന്നായിട്ട് വികസിച്ചു. അതേമാതിരി നമുക്ക് എല്ലാ ബസ് സ്റ്റാൻഡുകളും ഇപ്പോൾ 4 റോഡ് 4 ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം. എന്നിട്ട് അതൊക്കെ വികസിപ്പിക്കാനുള്ള പതുക്കെ അതിനുള്ള ശ്രമം ചെയ്യാൻ വേണ്ടത് ആണ് എൻ്റെ അഭിപ്രായം. ബദൽ സംവിധാനം എന്നുള്ള രീതിയിൽ വ്യാപാര രംഗത്തിനും യാത്രക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിൽ ചെറിയ വാഹനങ്ങൾ ടൗണിലുള്ള എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ചും സ്കൂട്ടർ, ബൈക്കുകൾ, കാറുകൾ, ഇവ എല്ലാ റോഡുകളിലൂടെയും കടന്നു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ വലിയ വാഹനങ്ങൾ, ഈ ചരക്ക് വാഹനങ്ങൾ, ഇപ്പം നിങ്ങൾക്കറിയാലോ ഈ റോഡ് ബൈപ്പാസ് റോഡ് മോശമായി കിടക്കുന്നുണ്ട്. ചങ്ങന ബൈപ്പാസ് റോഡ് മോശമായി കിടക്കുന്നുണ്ട്. 12 ഏക്കറും 18 ഏക്കറും വണ്ടികൾ മുഴുവൻ അവിടെ ആ ഭാഗത്തുനിന്ന് ഒരുപാട് കോറികളും മറ്റൊക്കെ ആ ഭാഗത്തുണ്ട്. ഈ പാണ്ടിക്കാട് റോഡ് നെല്ലിക്കുത്ത് ഭാഗത്തുണ്ട്. അവിടുന്ന് വരുന്ന വണ്ടികൾ മുഴുവൻ ഈ വലിയ ബോളറും മെറ്റലും എല്ലാം കയറി വരുന്ന വണ്ടികൾ ഈ പാണ്ടിക്കാട് റോഡ് കൂടിയാണ് പോകുന്നത്. അത് ഇത്ര ഇതുണ്ട്. അത് ശരി, ആ റോഡൊന്ന് നന്നാക്കി കഴിഞ്ഞാൽ, ബൈപ്പാസ് ചങ്ങന റോഡൊന്ന് നന്നാക്കി കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളായി കൂടെ തിരിഞ്ഞ് മലപ്പുറം റോഡിലേക്ക് പോകുന്ന വാഹനങ്ങളുണ്ട്. അത് പോകും. അത് നന്നാക്കുക. അതുപോലെ തന്നെ ടൗണിലെ ഇതുണ്ടല്ലോ, ഈ കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഓട്ടോറിക്ഷ പാർക്കിങ്ങൊക്കെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെ ഈ വഴിയോര കച്ചവടക്കാർക്ക് ശരിക്കും നിയമത്തിനനുസരിക്കുന്ന ഇവർ ശരിക്കും നിയമത്തിന് ഉള്ള ആൾക്കാരാണ് വഴിയോര കച്ചവടം എന്നാണ്. അവർക്ക് ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട്, ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഓർഡറുള്ളതാണ്, പ്രത്യേക ഏരിയ തിരിച്ചിട്ട് അവർക്ക് അവിടെ കച്ചവടം ചെയ്യാൻ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ നിയമങ്ങളും ശരിയായ വിധം നടപ്പിലാക്കിക്കൊണ്ട് അതിനുള്ളൊരു സംവിധാനം നഗരസഭയും പോലീസും RTയും എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ട്രാഫിക് പരിഷ്കാരമുള്ള സ്ഥിതിക്ക് താങ്കളൊന്നും ഇതിൽ ഇടപെടണമെന്നും പറയണോ കാര്യങ്ങളൊന്നും ഇല്ല? അല്ല, നമ്മൾ ട്രയൽ റൺ ആണല്ലോ 2 ദിവസം. അപ്പോൾ 2 ദിവസം ട്രയൽ റൺ എന്ന് പറഞ്ഞ പേരിൽ RTA മീറ്റിങ്ങിൽ വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞിട്ടുള്ള ട്രയൽ റൺ അല്ല മഞ്ചേരിയിൽ നടപ്പിലാക്കിയത്. ഇതേ ഒരു ടൗണിനെ മൊത്തം ബ്ലോക്ക് ചെയ്തുകൊണ്ട്
ബൈപ്പാസുകൾ ലോകത്തെവിടെയും ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്താ, വാഹനങ്ങളെ തിരിച്ചുവിടാനുള്ളൊരു മാർഗമാണ്. ഇവിടെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസുകൾ ഫുള്ള് കൊട്ടിയടക്കപ്പെട്ടു, ബൈപ്പാസുകൾ വൺ വേ ആക്കി, മറ്റൊരു സ്ഥലത്തും കാണാത്ത തരത്തിൽ വൺ വേ ആക്കും. സ്വാഭാവികമാണ്, എന്നുവെച്ചാൽ ഏറ്റവും തിരക്കുള്ള റോഡുകൾ വൺ വേ ആക്കും. 4 പ്രധാനപ്പെട്ട റോഡുകളും പ്രധാനപ്പെട്ട നിരത്തുകളും വൺ വേ ആക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അന്നത്തെ കാലത്ത് ഭീമമായ അഡ്വാൻസ് നഗരസഭക്കടക്കം കൊടുത്തിട്ടാണ് ഇപ്പോൾ പൊളിച്ചു പണിയുന്ന കുരിക്കൽ സ്മാരക സൗധവും അതിനകത്തുള്ള മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുള്ളത്. എല്ലാവരും പറയും വ്യാപാരികൾ കുത്തകകളാണെന്ന് പറയും, ബൂർഷ മുതലാളിമാരാണ്. അല്ല, ഈ പറയപ്പെടുന്നവരൊന്ന് പരിശോധിക്കട്ടെ ഓരോ വ്യാപാരികളുടെയും പ്രയാസം എന്താണ്, ഓരോ വ്യാപാരികളുടെയും ബാങ്ക് ബാലൻസ് എത്രയാണ്, അവരുടെ ബാങ്ക് ബാധ്യത എത്രയാണ്, അവർ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പൈസ എത്രയാണ് എന്നുള്ളത് ഓരോരുത്തരും എന്ന് അന്വേഷിക്കട്ടെ, ഓരോരുത്തരടുത്തും സർവേ നടത്തട്ടെ. അതാരും പഠിച്ചിട്ടില്ലല്ലോ, പഠിക്കാതെ പുറമെ നിന്ന് ആർക്കും എന്തും പറയാലോ. അതേപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എപ്പോഴും വികസന വിരോധികളാണ്. പല ആളുകളുടെയും കാഴ്ചപ്പാടിൽ ഞങ്ങളിങ്ങനെ വികസന വിരോധികളാവണ കാഴ്ച ഈ നാട്ടിൽ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളല്ലേ അതിന് മുന്നിട്ടിറങ്ങുന്നത്, ഞങ്ങളുടെ അംഗങ്ങളല്ലേ ഇതിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. കാരണം അവൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല കൊടുക്കുന്നത്. ഒരു നാടിൻ്റെ സ്പന്ദനത്തിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് തന്നെയാണ്. ആ നാട് നല്ലൊരു രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നാടിൽ വളർച്ച ഉണ്ടാകുമ്പോൾ ആർക്കും അതിൻ്റെ ഗുണം, അവിടുത്തെ വ്യാപാരികൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് വന്നു, മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തു, ഇപ്പോഴും ഞങ്ങളടുത്തൊരു ആപ്ലിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ. ഇതൊക്കെ ഞങ്ങൾ വ്യാപാരികളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടല്ലേ. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയ വഴി വ്യാപാരികളെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുകയാണ്. ഈ പറയപ്പെടുന്നവരാരും മഞ്ചേരി നിവാസികളല്ല. മഞ്ചേരിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ട കുറേ വാട്സപ്പിൽ മഞ്ചേരിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ബ്രേക്കിൽ കാല് വെക്കാതെ മഞ്ചേരി ടൗണിൽ കൂടെ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ? ഒരു പട്ടണമാകുമ്പോൾ അതിൻ്റെതായ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് ആസൂത്രണത്തോട് കൂടിയിട്ടുള്ള ഒരു ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, കച്ചേരിപ്പടിയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന വൺവേ ഉണ്ട്. ആ സമയത്താക്കിയ വൺവേ ആണ് ഡോക്ടേഴ്സ് കോളനിക്ക് ഇറക്കുന്ന വൺവേ. ഇവിടെ ട്രയൽ റണ്ണ് അന്ന് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും തിരിച്ചു വിട്ടു. മഞ്ചേരി നിവാസികൾ അവർക്ക് കഴിയാവുന്ന റോഡുകളിലൂടെ, കാരണം വെച്ചാൽ 10-20 മീറ്റർ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റണം. അപ്പോൾ അവർ ചെറുവാഹനങ്ങൾ ചെറിയ റോഡുകളിലേക്ക് ഇറക്കി. സ്വാഭാവികമായും ചെറിയ റോഡുകൾ തിങ്ങി അവിടെ ട്രാഫിക് ബ്ലോക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ കച്ചേരിപ്പടിയിൽ നിന്ന് ഒരു കസവ് കേന്ദ്രൻ്റെ അവിടത്തേക്ക് ഒരു ചെറിയ ബൈക്ക് കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ട്രയൽ റൺ സിസ്റ്റം പ്രകാരം കസവ് കേന്ദ്രയ്ക്ക് ഒരു ഉദാഹരണം പറയാണ്, കസവ് കേന്ദ്രയ്ക്ക് വരാൻ പറ്റില്ല. ഇനി കസവ് കേന്ദ്രം വേണ്ട, ഇനിയൊരു മെഡിക്കൽ കോളേജിലേക്ക് വരണമെന്ന് വിചാരിക്കുക. ഒരു രോഗിനെയും കൊണ്ടൊരു ബൈക്കിൻ്റെ പുറത്ത് മുള്ളംപാറമെന്ന് വരുന്ന ഒരാൾ വരികയാണെങ്കിൽ നേരെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ് വഴി വന്ന് ഗേൾസ് സ്കൂൾ റോഡിലൂടെ പോയി ടൗണിൽ ചുറ്റിയിട്ട് വേണം വരാൻ. അതിൻ്റെ ഒരു പ്രായോഗികമായ ആസൂത്രണമില്ലായ്മ ഈ ട്രയൽ റണ്ണിൽ മുഴുനീളം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ഒരു ട്രാഫിക് റെഗുലേറ്റർ ട്രയൽ റണ്ണ് മതിയാക്കിയല്ലോ 2 ദിവസം കഴിഞ്ഞപ്പോൾ. അത് 2 ദിവസമാണ്. ആദ്യം 15 ദിവസമല്ലേ പറഞ്ഞിരുന്നത്, പിന്നെയാണല്ലേ 2 ദിവസമായത്. പക്ഷേ ഈ ട്രയൽ റണ്ണ് വെക്കുമ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, RTA അല്ലെങ്കിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പറഞ്ഞിട്ടുള്ള പ്രകാരമല്ല ഈ ട്രയൽ റണ്ണ് നടന്നിട്ടുള്ളത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ഞങ്ങളുടെ അടുത്തുണ്ട് അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ. ഇവിടെ എപ്പോഴും നടപ്പാക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ് റൂട്ട് മാത്രം മാറ്റും. വൺ വേ ആക്കേണ്ട രീതിയിൽ ഇപ്പോൾ കച്ചേരിപ്പടിയിൽ പോലീസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു വണ്ടി ഇറങ്ങുകയാണെങ്കിൽ ചാർജ് ചെയ്യും. ജില്ലയിലെ സമുന്നതരായ ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുന്ന ആളുകൾ വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വൺ വേ ആണെങ്കിൽ പോലും പല സമയത്തും ഇറങ്ങുന്നത് ഞങ്ങളുടെ അടുത്തുണ്ട്. അവരിറങ്ങുന്ന വീഡിയോസ് ഇവിടുത്തെ മഞ്ചേരിക്കാരായ പല ആളുകളുടെ അടുത്തുണ്ട്. അപ്പോൾ വൺ വേ എന്ന് പറയുന്നത് സാധാരണ ജനത്തിനുള്ളതല്ലോ, എല്ലാവർക്കും ബാധകമാണല്ലോ. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ടൗണിലെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് ഒരു ഭീകരാന്തരീക്ഷമാണ് അന്ന് ഇവിടെ സൃഷ്ടിച്ചത്. കാരണം അന്ന് എല്ലാ റോഡിലും ബാരിക്കേഡ് വെച്ച് അങ്ങോട്ട് വണ്ടിയില്ല. കാരണം ജനങ്ങൾക്കും ഇതറിയില്ല, ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം അതിൽ നൽകിയിട്ടില്ല. ടൗണിൽ എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? ഒരു ബന്ദ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഹർത്താൽ നടക്കുന്ന പോലുള്ള ഒരു പ്രതീതിയാണ് അന്ന് സത്യത്തിൽ ഉണ്ടായത്. അത് നേരെ മറിച്ച് ചെറുവാഹനങ്ങൾക്കൊക്കെ ടൗണിലേക്ക് ആക്സസ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്രത്തോളം എതിർപ്പിന് സംഭവിക്കില്ലായിരുന്നു.
എന്ത് പറഞ്ഞാലും പറയും വ്യാപാരികളാണ് ഇതിന് എതിർപ്പ്. വ്യാപാരികളാണോ ഇവിടെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ വ്യാപാരികളാണോ ഇവിടെ ഭരണം കൺട്രോൾ ചെയ്യുന്ന വ്യാപാരികളാണോ? ഏതായാലും നമുക്ക് നല്ലൊരു ഭരണപരിഷ്കാരത്തിനായിട്ട് നല്ല പ്രായോഗിക തലത്തിലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും. എല്ലാവരും വിശ്വാസത്തിലെടുക്കണം. ഓട്ടോ തൊഴിലാളികളെ അവരെ ചർച്ചയ്ക്ക് വിളിക്കണം. അതുപോലെ തന്നെ ബസ് ഓണേഴ്സിനെ വിളിക്കണം. പിന്നെ വ്യാപാരികളെ, ഈ നാട്ടിലെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരുപാട് വിഭാഗങ്ങൾ ആളുകളുണ്ട്. ഇപ്പം തൊഴിലാളികൾ ഇപ്പോൾ പറയുന്ന ലോഡുകൾ ഇറക്കാൻ കഴിയാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ടൗണിലാണ്. അന്നത്തെ കാലത്ത് ടൗൺ ആയതുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ലോഡുകൾ ഇറക്കുന്നത് ഇപ്പോൾ മഞ്ചേരി മാർക്കറ്റ് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോഡ് കയറ്റി പോകുന്ന പച്ചക്കറികൾ ഉള്ള ഒരു മാർക്കറ്റാണ് മഞ്ചേരി മാർക്കറ്റ്. ആ മഞ്ചേരി മാർക്കറ്റിനകത്തേക്ക് അവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ആ ബ്ലോക്ക് അനുഭവിക്കാത്തതെന്ന് വെച്ചാൽ രാവിലെ 9 മണി വരെയാണ് അവിടെ ലോഡുകൾ ഇറക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ പറയാം അങ്ങോട്ടേക്ക് വണ്ടി കയറ്റി വിടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ചേരിയിലെ ഡെയിലി മാർക്കറ്റിലെ വ്യാപാരികൾ അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് നിത്യ ജോലി ചെയ്യുന്ന. അവരെങ്ങനെ ജീവിക്കും? അവർക്കും അതിജീവനത്തിൻ്റെ മാർഗം നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ പ്രായോഗിക തലത്തിൽ ആലോചിച്ച് വേണ്ട നിർദ്ദേശം. എത്ര കൊല്ലമായി ഈ ഒരു ട്രാഫിക് പരിഷ്കരണം കൊണ്ട് മഞ്ചേരിയിൽ നടക്കുന്നത്? അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ബിസിനസ് സംബന്ധമായിട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ വസ്ത്രവ്യാപാര രംഗത്തെ ഒരു പ്രശസ്തരാണ് ഇപ്പോൾ മഞ്ചേരിയിൽ. അപ്പോൾ ഇതിപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ ഈ കൊട്ടപ്പാലം ചുറ്റിയ ഈ പരിഷ്കാരത്തിനെ കുറിച്ചിട്ട് താങ്കൾക്ക് നേരിട്ട അനുഭവം എന്താ സ്ഥിതി? ഇതിനെപ്പറ്റി ഒരു വ്യക്തത വരുത്താത്തൊരു പരിഷ്കാരം ആയതുകൊണ്ട് നമ്മളെ കസ്റ്റമർക്കും മൊത്തത്തിൽ നമ്മുടെ സ്റ്റാഫുകൾക്കും ബസ് വഴി വരുന്ന ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ചെറിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി ഓട്ടോക്കാർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡ് വന്ന് വരുന്ന ആളുകൾക്ക് നമ്മൾ നേരെ വന്ന് കയറാമായിരുന്നു. ഇപ്പോൾ അത് അവർ തിരിഞ്ഞ് ബൈപ്പാസ് വഴി പോയിട്ട് നമ്മൾ ബീവറേജസിനൊക്കെ മുന്നേ കൂടിയൊക്കെ വന്നിട്ട് തിരിഞ്ഞ് പറഞ്ഞ് കയറ്റി വരണം. അത് വല്ലാതെ പ്രയാസമാണെന്നുള്ളത് കസ്റ്റമർ പറയുന്നുണ്ട്, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അപ്പം നമുക്ക് പഴയ പരിഷ്കാരം തന്നെയാണ് വേണ്ടത്. അത് ഒന്നും കൂടിയും ശരിക്കും കൂടി ആലോചനകൾ നടത്തി ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് പരിഷ്കരിക്കണേന് എനിക്ക് താല്പര്യക്കുറവെന്ന് പറയാൻ പറ്റൂല. അല്ല, താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പം എങ്ങനെയാവും? ഇത് മെഡിക്കൽ കോളേജ് റോഡാണല്ലോ. അതെ, ഇത് മെഡിക്കൽ കോളേജ് റോഡാണ്. നമ്മൾ കുറച്ചൊരു ഈസി ആക്കാൻ ആവശ്യമാണ്. ഈസിയാണ്, തീർച്ചയായിട്ടും ആവശ്യമാണല്ലോ. അതെ അതെ അതെ. അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണല്ലോ. തിരക്ക് ഒഴിവാക്കലും നമ്മളെ പിന്നെ ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ഒക്കെ ഉള്ള തിരക്ക് ഒഴിവാക്കിയുള്ള ഒരു പരിഷ്കാരം. അത് മാത്രമല്ല ബസ് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, പ്രയാസപ്പെടുത്താത്ത രീതിയിൽ കച്ചവടക്കാർക്കും വാഹനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു പരിഷ്കരണം വരുത്തുകയാണെങ്കിൽ നമുക്ക് അതിന് താല്പര്യക്കുറവെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ കരിക്കാട് സ്വദേശി ഗോപാലേട്ടൻ ലാൽ ടെക്സിൻ്റെ ഉടമയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് 48 വർഷം കഴിഞ്ഞു. അതെ, 48 വർഷം. അതെ അതെ, പഴയ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സ്റ്റാൻഡ് പൊളിച്ചു. അത് മറ്റൊരു കാര്യം. കാരണം നമ്മളതൊന്നുമല്ല പറയുന്നത്. ഈ ട്രാഫിക് പരിഷ്കാരം കൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നില്ല. ഒരു ഗുണവുമില്ല, എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമാണ്. ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും അറിയും. മഞ്ചേരി വരുന്ന ആൾക്കാരാണ് കുറയാന്നല്ലാതെ ഇതൊരു ഗുണം കിട്ടാനില്ല. ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചാൽ ഒരു ചാർജ് കൂട്ടും. ഓൾക്കറിയാം ഞങ്ങൾ അവിടെ നിന്ന് വന്നാൽ ജസീലേൻ്റെ അവിടെ നിന്ന് മേലെ സ്റ്റാൻഡിൽ കൂടെ തിരിഞ്ഞു വരണം. ഓലെന്തെങ്കിലും കൂട്ടി ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ്ടേ? അതേ മര്യാദയല്ലേ? എല്ലാവർക്കും ചിലവ് കയറുള്ളൂ. ചിലവ് കയറിയിട്ട് എന്താ ഒരു കാര്യമില്ല. ഈ ട്രാഫിക് അതിനുള്ള സൗകര്യങ്ങളില്ല ഇവിടെ. ഈ പോക്കറ്റ് റോഡൊക്കെ ബസ് പോകാൻ സൗകര്യമാക്കണം. അതിപ്പോൾ സാധിക്കുമോ? അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. ഈ പഴയ മാറിന്നാൽ പിന്നെയും തിരക്കല്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടല്ല. അതുകൊണ്ടുമില്ല. ഇപ്പോൾ തന്നെ കച്ചവടക്കാരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. മഞ്ചേരിയിലേക്ക് കച്ചവടക്കാർ ആരും വരുന്നില്ല. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും ആരും വരുന്നില്ല. അതുകൊണ്ട് ഈ ട്രാഫിക് നിയമത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് മഞ്ചേരിയിലെ വ്യാപാരി വ്യവസായികൾ ഈ കുറഞ്ഞു മറിഞ്ഞ് നടക്കുന്ന ട്രാഫിക് പ്രശ്നം ഒരുപാട് കാലമായി അതൊരു അടിസ്ഥാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 ദിവസമായിട്ട് മഞ്ചേരിയിൽ ഒരു ട്രാഫിക് പരിഷ്കരണം കൊണ്ടുവന്നു. വളരെയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾ അതിനെതിരെ ഉയരുകയും ചെയ്തു. IGBT ബസ് സ്റ്റാൻഡിൽ മലപ്പുറം പെരിന്തൽമണ്ണ ബസ്സുകൾ IGBTയിൽ നിന്ന് തുടങ്ങുന്ന ഒരു അഭിപ്രായം കുറേ മുമ്പ് വന്നിരുന്നു. അത് പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് ഇവിടങ്ങളിലെ വ്യാപാരികൾക്ക് മാത്രമല്ല, ഇവിടെ ഈ ഭാഗങ്ങളിൽ വരുന്ന ഓഫീസുകൾ, ഇപ്പോൾ മഞ്ചേരി
കോടതികൾ അതുപോലെ മറ്റ് ഓഫീസുകളിലേക്ക് വരുന്ന പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു ഒരു നയ പരിഷ്കാരമായിരുന്നത്. പക്ഷെ അതിന് ഇതുവരെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം കോഴിക്കോട്ടേക്ക് വരുന്ന ബസ്സുകൾ അധികവും അരീക്കോട് നിന്നും അതുപോലെ തന്നെ വണ്ടൂർ, നിലമ്പൂർ ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ CGRG ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫുള്ളായിട്ട് ലോഡായിട്ടാണ് വരിക. അപ്പോൾ പിന്നെ IGBTയിൽ വരുമ്പോൾ ആളുകൾ ഇറങ്ങാനോ കയറാനോ ഉണ്ടാവുന്നില്ല. അത് മഞ്ചേരിയിൽ IGBT പരിസരങ്ങളിലുള്ള വ്യാപാരികൾക്ക് വളരെയധികം ഒരു വിഷമമുള്ള അവസ്ഥയാണ് വരുന്നത്. അത്തരത്തിലുള്ളൊരു വിഷമം ഇതുവരെ അധികാരികൾ ആരും തന്നെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുക എന്നതിനാണ് ഇപ്പോൾ കൂടുതൽ ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ അതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം മഞ്ചേരിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകൾ എത്തുന്ന സ്ഥലമാണ് മഞ്ചേരി. ഈ മഞ്ചേരിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും വരുന്ന പ്രധാന റോഡാണ് നിലമ്പൂർ റോഡ്. ഈ നിലമ്പൂർ റോഡ് കാലങ്ങളായി എന്നും ട്രാഫിക് ജാമാണ്. ജസീല ജംഗ്ഷൻ മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള പ്രദേശങ്ങൾ എന്നും ഏത് സമയം നോക്കിയാലും അവിടെ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ അത്യാഹിതം മനുഷ്യൻ്റെ ജീവനം കൊണ്ട് ഓടുന്ന അത്യാഹിതമായിട്ട് വരുന്ന ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ അത് വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല മനുഷ്യൻ്റെ ജീവന് പോലും ഒരു ഭീഷണിയായിക്കൊണ്ട് തുടരുന്ന അവസ്ഥ കാലങ്ങളായി ഒരുപാട് മാറി വരുന്ന സർക്കാരുകളൊക്കെ അതിനെതിരെ നിയമം കൊണ്ടുവരും അല്ലെങ്കിൽ പരിഷ്കാരം കൊണ്ടുവരും എന്ന് പറയുക എന്നല്ലാതെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇനി മഴ പെയ്യാൻ പോകുകയാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ജസീല ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ പാണ്ടിക്കാട് റോഡ് നമുക്കറിയാം, പഴയ സ്റ്റാൻഡ് മുതൽ CGRG ബസ് ടെർമിനൽ വരെയുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ഒരു ഭാഗത്ത് അനധികൃതമായി ബൈക്കുകൾ പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുൻവശത്ത് ഓട്ടോറിക്ഷകൾ തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് കാൽനട യാത്രക്കാർക്ക് യാതൊരുവിധ സൗകര്യങ്ങളും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഫുട്പാത്ത് നിർമ്മിച്ച് അതിൽ ഒരു ബാരിക്കേഡുകൾ നിർമ്മിച്ചിട്ട് ആ കാൽനട യാത്ര അതിലൂടെ ആക്കുകയാണെങ്കിൽ ആ വഴിയുള്ള തെരുവ് കച്ചവടക്കാരെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് സഞ്ചാരം യാത്ര സുഗമമാക്കാനും കഴിയും. അതിന് മലപ്പുറം നഗരസഭ ചെയ്ത പോലുള്ള തെരുവ് കച്ചവടക്കാർ മറ്റെവിടെയും പുനരധിവസിച്ചുകൊണ്ട് ആ പരിപാടി നടത്തിയാൽ വളരെ ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ ഒന്ന്, മഞ്ചേരിയിൽ രാവിലെ ഒരു ട്രാഫിക് പരിഷ്കാരമാണെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആ ട്രാഫിക് പരിഷ്കാരം മാറാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് 8 മണിയാകുമ്പോഴേക്കും മഞ്ചേരി നഗരം ഉറങ്ങുന്നൊരവസ്ഥയാണ്. മഞ്ചേരി നഗരത്തിൽ KSRTC ബസ്സില്ല, ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. നേരെ മറിച്ച് തൊട്ടടുത്ത പ്രദേശമായ പാണ്ടിക്കാട്, ആ പാണ്ടിക്കാട് നേരം പുലരോളം വാഹനങ്ങളാണ്. കാരണം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നായാലും എവിടെ നിന്നായാലും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറുകിട ഹോട്ടലുകളും മധു വ്യാപാരങ്ങളും ഓട്ടോറിക്ഷക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് KSRTC മഞ്ചേരിയിൽ KSRTC ഡിപ്പോ വേണം. അതുപോലെ രാത്രി കാലങ്ങളിൽ യാത്രാ സൗകര്യത്തിന് ഏർപ്പെടുത്തണമെന്നൊക്കെ ഒരുപാട് മുറവിളി വന്നതാണ്. ഒരു ആളും തന്നെ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇന്ന് മഞ്ചേരിയിലുള്ളത്. അതുപോലെ തന്നെയാണ് മൊത്തത്തിൽ മഞ്ചേരി നഗരത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പരിഷ്കാരം വരുന്നുണ്ടെങ്കിലും എപ്പോഴും ട്രാഫിക് പരിഷ്കാരങ്ങളിൽ മുൻഗണന കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ചെറിയ റോഡുകൾ, ഇപ്പം നമുക്കറിയാം മഞ്ചേരി നഗരത്തിൽ ചെറിയ റോഡുകൾ ജാം വരുമ്പോൾ ചെറിയ റോഡുകൾ ഉപയോഗപ്രദമാക്കുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടാൻ കഴിയും. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ മുമ്പിലുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട VM സുബൈദ അവർകളാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മളോട് പറയാനുണ്ട്. ഈ കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതൽ എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്? നമ്മുടെ ഈ പരിഷ്കാരത്തിൽ മഞ്ചേരിയിലെ ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ ഭരണസമിതി IGBT ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ടൗൺ കാലം കൊണ്ട് വികസിക്കണ്ടേ, അതിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ചേരി 2 ബസ് സ്റ്റാൻഡ് ഉണ്ടായപ്പോൾ 3ാമതൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ അന്നത്തെ ഭരണസമിതിൻ്റെ ഉദ്ദേശം ടൗണിലെ തിരക്ക് കുറക്കുക എന്നാണ്. പക്ഷേ അത് കാലങ്ങളായിട്ട് അന്ന് മുതൽ അതിനൊരു ശ്രമം അന്നത്തെ ഭരണസമിതി നടത്തി. ഇപ്പോൾ 2 ടൈം ഞാൻ ചെയർമാനായപ്പോൾ ഞാനും എൻ്റെ കൗൺസിലർമാരും ഒക്കെ അതിനൊരു ശ്രമം നടത്തി. പക്ഷേ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നമ്മൾ കൂടിയിട്ട് ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റീൻ്റെ തീരുമാനമാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഇത് നടപ്പിലാക്കാത്തത് കൊണ്ട് അന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇപ്പോൾ അവസാന നിമിഷം ഫെബ്രുവരിയിൽ ഞങ്ങൾ പലതവണ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഒരു പഠനം നടത്താൻ അന്ന് നാറ്റ്പാക്കിന് 1.5 ലക്ഷം രൂപ നഗരസഭ ചെലവാക്കി ഒരു നാറ്റ്പാക്കിനെ കൊണ്ടൊരു പഠനം നടത്തി. പക്ഷെ അതും വിജയിച്ചില്ല. അന്നും ഇതുപോലെ തന്നെ ബസ് ഓണേഴ്സ് വ്യാപാരികളും ഒക്കെ കോടതിയിൽ പോയി അത് സ്റ്റേ ചെയ്യിച്ചു. ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ്, അതായത് കുരുക്കൾ സ്മാരകം, ടൗണിലെ പ്രധാനപ്പെട്ട
പഴയ ഏറ്റവും പഴക്കം ചേർന്ന കുരുക്ക സ്മാരക ബസ് സ്റ്റാൻഡ് പൊളിച്ച് പുതിയ ബസ് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ അടിയന്തരമായി ഒരു RTA മീറ്റിംഗ് കൂടി. അതായത് ഈ ഇത് പൊളിക്കുന്നതോടുകൂടി ബസ് വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബസ്സും സീതിയാജി ബസ് SHBTയിലേക്ക് പോയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ SHBTയിലാണ് എല്ലാ ബസ്സും പോയിട്ടുള്ളത്. അത് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ശരിക്ക് IGBTയിൽ പോയിരുന്നെങ്കിൽ ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അതിനാണ് നമ്മളെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ CI അതുപോലെ തന്നെ ചെയർമാൻ തഹസിൽദാർ പിന്നെ RTO അതുപോലെ പിന്നെ PWD AE ഒക്കെ അടങ്ങിയ കമ്മിറ്റിയാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി. അവർ ഉചിതമായി ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന കമ്മിറ്റി എടുത്ത തീരുമാനമായിരുന്നു പിന്നെ മലപ്പുറം ഭാഗത്തു നിന്നുള്ള ബസ്സുകളും ഒക്കെ IGBTയിൽ വന്ന് തിരിച്ചു പോകുന്ന രീതിയിലാണ് അന്നത്തെ നമ്മുടെ തീരുമാനം. പക്ഷേ ഈ തീരുമാനം നമ്മൾ കൊടുത്തതോടുകൂടി ബസ് ഓണേഴ്സ് അവർക്ക് സമയപ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവർ കോടതിയിൽ പോയി സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്തതോടുകൂടി കഴിഞ്ഞ ഫെബ്രുവരി ഇതുവരെ അതിനൊരു തീരുമാനം ആയിട്ടില്ല. ചെയ്തതോടുകൂടി പൊതുജനങ്ങളെ ഭാഗത്തു നിന്ന് 2 ആൾക്കാർ പോയി ഇത് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടപ്പോഴാണ് കോടതി അടിയന്തരമായി RTAനോട് തീരുമാനം കൊടുക്കാൻ വന്നത്. അപ്പോൾ RTA മീറ്റിംഗ് കൂടുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ ഉപദേശങ്ങൾ നേടാൻ വേണ്ടി കലക്ടർ ഞങ്ങളെ യോഗം വിളിച്ചിരുന്നു. അതിന് ബഹുമാനപ്പെട്ട MLA അദ്ദേഹം ഒരു വക്കീലിൻ്റെ റോളിൽ MLA എന്ന രീതിയിലല്ല വക്കീലിൻ്റെ പോട്ടണിച്ച ആ വിഷയങ്ങളൊക്കെ അദ്ദേഹം അവിടെ വിശദമായി പിന്നെ RTOയിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തത്. പക്ഷേ എങ്കിലും അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ആ RTA തീരുമാനമാണ് ഇപ്പോൾ 2 ദിവസം ഇവിടെ ട്രയൽ നടത്തിയത്. പക്ഷെ അത് നഗരസഭയ്ക്ക് അതിൽ യാതൊരു റോളും ഇല്ല. കാരണം RTA എന്നാൽ RTAയിൽ നമ്മളതിൽ അങ്ങല്ല. അതായത് കലക്ടറാണ് അതിൻ്റെ ചെയർമാൻ, SP ആണ് അതിൻ്റെ കൺവീനർ. അതുപോലെ തന്നെ കലക്ടറും SPയും RTOയും കൂടിയൊരു കമ്മിറ്റിയാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ നഗരസഭയ്ക്ക് യാതൊരു നഗരസഭൻ്റെ കാര്യങ്ങളൊന്നും അവർ ചോദിച്ചിട്ടുമില്ല, അറിയിച്ചിട്ടുമില്ല. പക്ഷെ അതിന് മുമ്പ് നമ്മളെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട MLA നഗരസഭയുടെ ആവശ്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അവിടെ അറിയിച്ചതാണ്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാതെ ഇന്നലെ ഇവിടെ നടത്തിയത് ബസ് ഓണേഴ്സിൻ്റെ താല്പര്യപ്രകാരമുള്ളൊരു ട്രയലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം പല ആളുകളും നമ്മൾ വിളിച്ചു ഈ പ്രശ്നം പറഞ്ഞു. കാരണം RTA എടുത്ത തീരുമാനം വൈക്കടവ് എടവണ്ണ നിലമ്പൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ് CH ബൈപ്പാസ് കൂടെ വന്ന് ടൗണിലൂടെ പോയി മലപ്പുറം റൂട്ടിലൂടെ പോയി IGBTയിൽ ആട്ടാക്കാനാണ്. പക്ഷേ അവർ ഇന്നലെ നടപ്പിലാക്കിയത് ആ രീതിയിലല്ല. IGBTയിൽ നിന്ന് വീണ്ടും അത് തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസിലൂടെ ജസീല ജംഗ്ഷനിലൂടെ പോകാനാണ് RTAയുടെ തീരുമാനം എനിക്ക് കിട്ടിയത് ഞാൻ കണ്ടത്. പക്ഷേ അതല്ല ഇന്നലെ ഇവിടെ നടന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല. ഞങ്ങൾക്ക് ഇതിലൊന്നും പറയാനും പറ്റില്ല. പക്ഷേ ഈ തീരുമാനം നമുക്കൊരു അഭിപ്രായ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. അല്ല, അതിൽ പൊതുജനങ്ങൾ എൻ്റെ അടുത്ത് രാവിലെ തന്നെ ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ മിഞ്ഞാന്നും എന്നെ വിളിക്കൽ തുടങ്ങി ഈ വിഷയം പറഞ്ഞുകൊണ്ട്. അതോടുകൂടി ഞാൻ ഈ വിഷയം ഇന്നലെ ബഹുമാനപ്പെട്ട കലക്ടർ അടുത്ത് നേരിട്ട് ചെന്ന് പൊതുജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി CIനോടും ഈ കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ CI പറഞ്ഞതും അതുപോലെ തന്നെ കലക്ടർ പറഞ്ഞതും, കലക്ടർക്ക് ഒരുപാട് പരാതികൾ ചെന്നു എന്നാണ് കലക്ടർ പറഞ്ഞത്. അപ്പോൾ CI പറഞ്ഞത് അടിയന്തരമായിട്ട് RTA മീറ്റിംഗ് കൂടിയിട്ട് ഇതിൽ മാറ്റം വരുത്തുന്നാണ് എന്നോട് അറിയിച്ചിട്ടുള്ളത്. പല പ്രാവശ്യം ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് ഇത് നടപ്പിലാകാതെ പോകുന്നതാണ്. അല്ലാതെ കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും മറ്റു ജില്ലകളിലും പിന്നെ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഈ ട്രാഫിക് നടക്കുന്നുണ്ടല്ലോ. ചെറിയ ബുദ്ധിമുട്ടും വൺവേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എല്ലാവരും കൂടി സുഖിപ്പിച്ചുകൊണ്ടൊരു ട്രാഫിക് നടപ്പിലാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്നാലും കുറേയൊക്കെ പൊതുജനങ്ങൾ ഇതിനോട് സഹകരിക്കണം. പക്ഷെ ഇപ്പം ഇന്നലെയും ഞാൻ നടത്തിയ ട്രെയിനിനോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് യോജിപ്പില്ല. ആ കാര്യം ഞാൻ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ചെയർമാൻ നിലനിൽക്ക് ഞാനത് അറിയിച്ചിട്ടുണ്ട്. പഴയതിനോടാണ് നമുക്ക് കൂടുതൽ, പഴയതിനോടല്ല നമ്മൾ പറയണത്. ഇപ്പോഴും പറയണത് മലപ്പുറം പിന്നെ പെരിന്തൽമണ്ണ കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ IGBTയിൽ വന്ന് അവിടെ കയറി ഇറങ്ങിയിട്ട് പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. വലിയ വിശാലമായ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതെ ഈ ടൗണിന്റെ ഇട്ടാവട്ടത്തിൽ നിന്നും കണ്ട് ഈ പ്രയാസപ്പെടുത്തുന്ന പൊതുജനങ്ങളെ വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് പൊതുജനങ്ങളൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. പൊതുജനങ്ങളെ പ്രയാസത്തിനോടൊപ്പം അല്ല. ഇതിൽ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ചില ചെറിയ ബസ്സുകൾ ഉണ്ടാവും, നല്ല വേട്ടേക്കോട് പോകുന്ന ബസ്സോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ചെറിയ ചെറിയ മുള്ളമ്പാറ പോണ ബസ്, അതിൽ അവർക്ക് കുറച്ച് സമയം ഒഴിവുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പം ഈ ഒഴിവുള്ള സമയത്ത് ഈ കോഴിക്കോട് ഈ ടൗൺ ബസ് ഓടൂലേ, അതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അത് നമുക്ക് ഇനി ആ ബസ് 2 മാത്രം അല്ലാതെ പുതിയ 2 കുറച്ച് എടുത്ത് ചെറിയത് ഓടിച്ചാലും അല്ല ഒഴിവുള്ള സമയത്ത് ഓടിച്ചാലും പോരെ? അതൊക്കെ നഗരസഭ ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ കൗൺസിലുമായി ചർച്ച ചെയ്ത് കണ്ട് അങ്ങനെ വേണമെങ്കിൽ അത് നഗരസഭ ചെയ്യും. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെട്ട നഗരസഭ ചെയ്യും. RTA ആണ് ഇതിന്റെ അന്തിമ തീരുമാനത്തിൽ നടപ്പിലാക്കേണ്ടത്. കാരണം മഞ്ചേരിയുടെ തിരക്ക് പരിഗണിച്ചിട്ട് ശരിക്കും അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതെ അതെ, നല്ല കാര്യമാണ്. പക്ഷെ നമ്മളെ നിർദ്ദേശം അംഗീകരിക്കുന്നില്ലല്ലോ, നമ്മൾ കൊടുത്ത് അംഗീകരിക്കുന്നില്ലല്ലോ. RTA ഡിസിഷൻ അല്ലേ ഇപ്പൊ ഈ വരുന്നത്. അതും RTA തീരുമാനം അല്ല ഈ 2 ദിവസം ട്രയൽ നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് ആർക്കും എടുത്ത് നോക്കാം, RTA ഡിസിഷൻ വേണമെങ്കിൽ സൈറ്റിൽ നിന്ന് കിട്ടും. അതിലെന്താണെന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇന്നലെ നടത്തിയത് എന്താണെന്നും കണ്ടാലറിയാം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ല, ഇപ്പൊ പഴയ മാതിരി തന്നെ തുടരും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലെ ഇപ്പൊ ഞാൻ ഇന്നലെ കലക്ടർ അടുത്ത് പോയപ്പോ കലക്ടർ പറഞ്ഞതും അതേപോലെ CI പറഞ്ഞത് അടിയന്തരമായിട്ട് ഒരു RTA കൂടിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തുന്നാണ് അറിയിച്ചത്. എന്താണ് മാറ്റം എന്നല്ലേ നമ്മൾ അറിയിച്ചിട്ടില്ല. കാരണം ഇത് മെഡിക്കൽ കോളേജ് ഇവിടെ നേരെ മലപ്പുറം റോഡിൽ പോകുമ്പോൾ ശരിക്കും അതിൽ കൂടെ ഒരു വഴി നേരിൽ വേണം. കാരണം കച്ചേരിപ്പടി കൂടി പോയി ചുറ്റി വരുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള സൃഷ്ടിക്കുന്നതല്ലേ. അപ്പോൾ അതൊരു പ്രത്യേകത കൂടി കൊടുത്തിട്ട് വേണ്ട ചെയ്യാൻ. ശരിക്കും RTOക്ക് അറിയാലോ, ഒരു ട്രയൽ നടത്തുമ്പോൾ അറിയാലോ മഞ്ചേരിയിൽ എത്ര പെർമിറ്റുള്ള ബസ്സുകളുണ്ടെന്നും എന്തൊക്കെ ഏത് രീതിയിൽ പോകുന്നില്ല RTOക്കാണല്ലോ അറിയാം. അപ്പൊ അവര് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് അവരത് തീരുമാനം എടുക്കട്ടെ. അതെ, അല്ല പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മളെ പഴയ സ്റ്റാൻഡ് വീണ്ടും ഒന്ന് പുതുക്കി പണിഞ്ഞ് വരികയാണല്ലോ. അപ്പൊ അത് കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മളെ ഈ ഒരു പരിഷ്കാരം സ്ഥിരമായിട്ട് നടത്താൻ. ആൾട്ടുണ്ടാവില്ല, കയറി പോലെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ലൊരു പരിഷ്കാരം താമസിയാതെ തന്നെ വരും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് നഗരസഭ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നഗരസഭന്റെ അഭിപ്രായങ്ങളൊക്കെ കലക്ടറേയും അതുപോലെ തന്നെ RTA-നെയൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. RTA കമ്മിറ്റിയെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ആ ഒരു രീതിയിലുള്ള ഒരു പരിഷ്കാരമാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. ടൗണിലെ പോക്കറ്റ് റോഡുകളൊക്കെ വീതി കൂട്ടി ചെറുവാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീതി കൂട്ടി അതിനു വേണ്ട വൈഡനിങ് ചലഞ്ച് എന്നൊരു പദ്ധതി പ്രാവശ്യം കൗൺസിൽ വെച്ച് നമ്മൾ അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് KRS റോഡ് പുഷ്പ ഹോട്ടലിൻ്റെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക്, മലപ്പുറം റോഡിൽ നിന്ന് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ്. പക്ഷെ അതൊക്കെ ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമായതുകൊണ്ട് അതൊന്നും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കിട്ടിയ ഭാഗങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ മുകളിൽ നിന്ന് മലപ്പുറം റോഡിന് പകുതി ഭാഗം വരെ നമുക്ക് കിട്ടി. അതൊക്കെ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റ് ബാങ്കിന് മുന്നിലുള്ള റോഡ്, പിന്നെ ഇങ്ങനെ പോക്കറ്റ് റോഡുകളൊക്കെ നമ്മൾ വീതി കൂട്ടി ചെയ്യുന്നുണ്ട്. ചില ഭാഗങ്ങൾ നമ്മളത് നടത്തുമ്പോൾ ചില ആളുകൾ അതിന് തടസ്സം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. പക്ഷെ നഗരസഭ എന്താ വീതി കൂട്ടാൻ സമ്മതിക്കാത്തൊരു സ്ഥലം തരാത്തൊരു പ്രശ്നമുണ്ട്. നഗരസഭയ്ക്ക് അക്വസേഷൻ ചെയ്ത് അതിന് വേണ്ട വില കൊടുക്കാനുള്ള അധികാരമില്ല. അതാണ് അത് PWK പറ്റുള്ളൂ, നഗരസഭയ്ക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് കിട്ടുന്ന വില കൊടുക്കാൻ കഴിയൂല. അതാണ് ഇപ്പൊ ടൗണിലെ പിന്നെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ നമ്മൾ DTP സ്കീമിൽ ഉൾപ്പെടുത്തി 23 മീറ്റർ വീതിയിൽ നമ്മൾ സ്കീമിൽ ഉൾപ്പെടുത്തി പൊതുജനങ്ങളോടൊക്കെ അപേക്ഷ വാങ്ങി, ആക്ഷേപമുള്ളവരുടെ നിന്നൊക്കെ അപേക്ഷയ്ക്ക് വാങ്ങി നമ്മൾ ആ സ്കീം നടപ്പിലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ അതോടുകൂടി നമ്മളെ നിലമ്പൂർ റോഡിലെ ആ ഏറ്റവും പഴയ ബിൽഡിങ് ഏറ്റവും പഴയ മൂലയിലുള്ള ആ ബിൽഡിങ് അതിനിപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ അടുത്താണ് അതിൻ്റെ പേപ്പർ. ഉടനെ ഈ മാസം തന്നെ GOI വരും എന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അത് വന്നാൽ ഉടനെ ആ കെട്ടിടം പൊളിച്ച് അവിടെ നമ്മൾ വീതി കൂട്ടാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ടൗണിലെ പോക്കറ്റ് റോഡുകളൊക്കെ വീതി കൂട്ടാൻ കഴിയുള്ളൂ. ഇത് പാണ്ടിക്കാട് റോഡിലെ പഴയ പുതിയ സ്റ്റാൻഡ്. ഇവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കച്ചേരിപ്പടിയിലേക്ക് സ്റ്റാൻഡ് മാറ്റിയത് തന്നെ. പക്ഷേ എന്നിട്ടും ഇതിൻ്റെ കാര്യം തദൈവ. എല്ലാറ്റിനും പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ചെയർപേഴ്സൺ നമ്മളോട് പറയുന്നത്.